മുനമ്പം നിവാസികൾക്കെതിരായ നടപടിയിൽ താൽക്കാലിക സ്റ്റേ അനുവദിക്കാമെന്ന് ഹൈക്കോടതി. ഭൂമി തർക്കം സംബന്ധിച്ച് സിവിൽ കോടതിയെ സമീപിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതുവരെ മറ്റ് നടപടികൾ ഉണ്ടാകാതെ ഇടക്കാല ഉത്തരവിറക്കാമെന്നും കോടതി അറിയിച്ചു. മുനമ്പത്ത് തർക്കമുള്ള വഖഫ് ഭൂമിയിലെ താമസക്കാരെ കുടിയൊഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നൽകാമെന്നാണ് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞത്. മുനമ്പത്തെ തർക്കഭൂമി ഫറൂഖ് കോളേജിൽ നിന്ന് തങ്ങളുടെ മുൻഗാമികൾ വാങ്ങിയെന്നവകാശപ്പെട്ട് ജോസഫ് ബെന്നിയടക്കം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഫറൂഖ് കോളേജിന് വഖഫ് എന്ന പേരിൽ സ്വത്ത് നൽകിയെന്ന് പറഞ്ഞ് 2019 വഖഫ് ബോർഡിൽ വസ്തു രജിസ്റ്റർ ചെയ്തു. 2020 മുതൽ ഈ പ്രദേശത്തെ താമസക്കാർക്ക് കുഴിപ്പള്ളി വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കാനോ മറ്റ് നടപടികൾക്കോ സാധിക്കുന്നില്ല എന്നായിരുന്നു പരാതി. 1995 വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുതയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത്. 1954 വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നത്. തങ്ങളുടെ ഭൂമി 1950 ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയതെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ വഖഫ് ബോർഡും ഭൂ ഉടമകളും തമ്മിൽ ഭൂമി തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല സ്റ്റേ അനുവദിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം കുടുംബങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെന്റിനെ റെക്കമെൻഡ് ചെയ്യാനാണ്. വെരി സ്പെസിഫിക്, വേറൊന്നുമില്ല. ഈ ഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുക. അവിടെ കാലങ്ങളായി താമസിച്ചിരിക്കുന്ന നിയമപരമായ ബോണോഫൈഡ് ഓക്യുപ്പൻസ്, വളരെ ബോധപൂർവ്വ കൃത്യമായ ടേമാണ് ബോണോഫൈഡ് ഓക്യുപ്പൻസ്. അവരുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. അതിനെന്താ വേണ്ടത്? അത് ശുപാർശ ചെയ്യുക. ഭൂവുടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ കോടതിയെ സമീപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജി 17 വീണ്ടും പരിഗണിക്കും. ന്യൂസ് മലയാളം, കൊച്ചി. കൊല്ലം CPIM-ൽ വിഭാഗീയത ഉണ്ടെന്ന് സമ്മതിച്ച് പ്രവർത്തന റിപ്പോർട്ട്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട്. വിഭാഗീയ പ്രവർത്തനം തടയുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ MV ഗോവിന്ദൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നേതൃത്വത്തിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് CPIM ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമായെന്ന് ജില്ലാ സെക്രട്ടറി S. സുദേവൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേതൃത്വത്തെ അവഗണിക്കാനും നേതാക്കളെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാണ് കരുനാഗപ്പള്ളി ലോക്കൽ സമ്മേളനത്തിൽ നടന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനുശേഷം നടന്ന ലോക്കൽ സമ്മേളനങ്ങളിലും മോശം പ്രവണതയുണ്ടായി. കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞാണ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് അവതരണശേഷം ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷ വിമർശനമുയർത്തി. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത തടയുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സമ്മേളനം നടത്താനെത്തിയ നേതാക്കളെ കയ്യേറ്റം ചെയ്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സമ്മേളനത്തിന് ശേഷമായിരിക്കും കരുനാഗപ്പള്ളിയിൽ എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുക. ന്യൂസ് മലയാളം, കൊല്ലം.